എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കടയിൽ പോയിട്ട് 100 രൂപ MRP ഉള്ളൊരു വസ്തു മേടിച്ചു. കടക്കാരൻ പറഞ്ഞു ടാക്സ് ഉൾപ്പെടെ 110 രൂപ കടയിൽ തന്നാലേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ 110 രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല. MRP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിനെ പരമാവധി കടക്കാരന് മേടിക്കാൻ പറ്റുന്ന പൈസയാണ് MRP. അത് ആ പ്രൊഡക്റ്റിൻ്റെ പുറകിൽ ഒട്ടിച്ചിട്ടുണ്ടാവും. MRP നിശ്ചയിക്കാനുള്ള അധികാരമുള്ളത് ഉൽപ്പാദകനും അതുപോലെ തന്നെ അത് വിൽക്കുന്ന ആൾക്കും മാത്രമേ MRP നിശ്ചയിക്കാനുള്ള അധികാരമുള്ളൂ. അത് നമ്മൾ ചില വലിയ വലിയ മാളുകളിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉൽപ്പാദകർ ഒട്ടിച്ചിരിക്കുന്ന MRPയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് നമ്മളുടെ ഈ വിൽപ്പനക്കാരൻ്റെ MRP ഒട്ടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ പ്രൊഡക്റ്റ് എടുത്ത് നോക്കി കഴിയുമ്പോൾ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ആദ്യം ഒരു MRP ഉണ്ടാവും, അതിൻ്റെ മുകളിൽ പിന്നെയും കൊണ്ടൊരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്. അതുപോലെ തന്നെ MRPയുടെ വില ഒരേ സാധനത്തിന് തന്നെ പല വിലകളിലായിട്ട് നിങ്ങൾക്ക് തോന്നാം. അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പാദന ചെലവും മാർക്കറ്റിങ്ങിൻ്റെ ഇതിലുള്ള ചിലവും അഡ്വർടൈസ്മെൻറ്റിലുള്ള ചിലവും പിന്നെ പ്രോഫിറ്റ് മാർജിനും പിന്നെ കാലാവസ്ഥ പല കാരണങ്ങളും ഒരേ സാധനത്തിന് തന്നെ പല വില വരുന്നതിന് കാരണമായിട്ടുണ്ട്. ഇനിയെങ്കിലും സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ MRP ശ്രദ്ധിക്കുക. MRPയും നമ്മളെ തരുന്ന ബില്ലിലെ വിലയും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മൾ സാധനങ്ങൾ മേടിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.